കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ ചെറുപുഴയിലെ തുരുത്തിൽ അകപ്പെട്ട പിഞ്ചുകുഞ്ഞിനെയും കുടുംബത്തെയും അതിസാഹസികമായി രക്ഷപ്പെടുത്തി പെരിങ്ങോം അഗ്നിശമന സേന. ചെറുപുഴയിലെ കോഴിച്ചാലിലാണ് സംഭവം. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കോഴിച്ചാൽ IHDPയിൽ മരപ്പാലം തകർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് കോഴിച്ചാൽ തുരുത്തിലെ 6 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടത്. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് പെരിങ്ങോം ഫയർഫോഴ്സ് സംഘമെത്തി തകർന്ന തടിപ്പാലത്തിനു പകരം കമുകും മുളയും ഉപയോഗിച്ച് താൽക്കാലിക പാലം നിർമ്മിച്ച് ഒറ്റപ്പെട്ട കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയായിരുന്നു. പിഞ്ചുകുഞ്ഞിനെ ഉൾപ്പെടെ അതിസാഹസികമായാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. ഇതേസമയം പയ്യന്നൂർ താലൂക്കിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മലയോര പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. കർണാടക വനമേഖലയിൽ പെയ്യുന്ന കനത്ത മഴയിൽ പുഴകൾ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ചുഴലിക്കാറ്റിൽ പയ്യന്നൂരിൽ 2 വീടുകൾ തകർന്നു. ശക്തമായ മഴയിലും കാറ്റിലും കാനായി വള്ളിക്കെട്ടിലെ CV രാജേന്ദ്രന്റെ വീടിന്റെ അടുക്കള ഭാഗം മരം വീണ് തകർന്നു. ഭാര്യയും 2 മക്കളും വീടിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടുകാർ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോറം കൂർക്കരയിലെ KP ഉദയകുമാറിന്റെ വീടിന് മുകളിൽ മരങ്ങൾ കടപുഴകി വീണ് വീട് പൂർണ്ണമായും തകർന്നു. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കായിരുന്നു അപകടം നടന്നത്. ലോട്ടറി തൊഴിലാളിയായ ഉദയകുമാർ ജോലിക്ക് പോയ സമയത്തായിരുന്നു അപകടം നടന്നത്. ഭാര്യയും 2 കുട്ടികളും വീടിനകത്തുണ്ടായിരുന്നു. ശബ്ദം കേട്ട് പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. കനത്ത മഴയിൽ കോറം അങ്കണവാടിയുടെ ചുറ്റുമതിലും തകർന്നിരുന്നു. മീൻകുഴി അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകി മണിയറ, തോട്ടംകടവ്, മുക്കൂട്, പരവന്തട്ട, കാപ്പാട് പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. 70ഓളം വീടുകളിൽ വെള്ളം കയറി. വീടുകളിലെ കന്നുകാലികളടക്കമുള്ള വളർത്തുമൃഗങ്ങളെ ഉയർന്ന പ്രദേശത്തേക്ക് മാറ്റി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ, കൗൺസിലർ T ചന്ദ്രമതി, സെക്രട്ടറി MK ഗിരീഷ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ OK ശ്യാംകൃഷ്ണൻ, രാജൻ NV, M കരുണാകരൻ, NK രമേശൻ, M അമ്പു, റവന്യൂ വിഭാഗം ജീവനക്കാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മഴക്കെടുതിയുമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബന്ധപ്പെടുന്നതിനായി നഗരസഭ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും വെള്ളം കയറി മാറ്റിപ്പാർപ്പിക്കേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രയാസമനുഭവിക്കുന്നവർക്ക് ദുരന്ത നിവാരണ സന്നദ്ധ സേന വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.